ഗവർണറെ കോടതിയിൽ തോൽപ്പിച്ച SFI. ചട്ടവും നിയമവും പറയുന്ന മാപ്രകളുടെ പ്രിയതാരം ആരിഫ് മുഹമ്മദ് ഖാനെ കോടതി വാരി നിലത്തടിച്ചു. അതെ, സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച് സംഘിക്കൂട്ടങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ മണ്ടത്തരത്തിന് ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം കോടതി ചവറ്റുകുട്ടയിലിട്ടു. നിയമപോരാട്ടത്തിൽ ഗവർണർ ആർക്ക് മുന്നിലാണ് മുട്ടുകുത്തിയതെന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല്. ആരിഫ് മുഹമ്മദ് ഖാനെ മുട്ടുകുത്തിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ ചുണക്കുട്ടികളാണ്. അതെ, മാപ്രകളുടെ പിന്തുണയോടെ അദ്ദേഹം ചീത്ത വിളിച്ച അതേ SFIക്കാർ. SFI നേതാക്കളായ അരുണിമ അശോക്, നന്ദകിഷോർ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് വിധി പറഞ്ഞത്. സെനറ്റിലേക്ക് 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത് ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ 4 ABVP പ്രവർത്തകരെയായിരുന്നു സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത്. എല്ലാ നിയമങ്ങളും മറികടന്നായിരുന്നു ചാൻസലറുടെ കളി. കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന 4 പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം. സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് സാധാരണ കീഴ്വഴക്കം. സർവകലാശാല 8 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ ലിസ്റ്റിലെ 8 പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ സ്വന്തമായി ലിസ്റ്റുണ്ടാക്കി 4 പേരെ നാമനിർദ്ദേശം ചെയ്തത്. റാങ്ക് ജേതാക്കളെ തള്ളി സർവകലാശാല പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് പഠന മികവിൻ്റെ പേരിൽ നാമനിർദ്ദേശം ചെയ്തത്. കലാപ്രതിഭയെപ്പോലും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറായില്ല. മതിയായ യോഗ്യതയില്ലാത്തവരെയായിരുന്നു ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്നത് എന്നാണ് കോടതി വിധിയോടെ തെളിഞ്ഞിരിക്കുന്നത്. ഇർഫാൻ ഹബീബിനെ തെരുവുകുണ്ടയെന്നും തൻ്റെ കീഴിലുള്ള വൈസ് ചാൻസലറായ ഗോപിനാഥ് രവീന്ദ്രനെ ക്രിമിനലെന്നും ആക്ഷേപിച്ച അതേ നാവുകൊണ്ടാണ് തൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചത്. കവലകളിൽ ഇറങ്ങി നിന്ന് ചാനലുകളെ കാത്തു നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ എന്ന ഖ്യാതി നേടിയ ഖാന് കവലകളിൽ ഇറങ്ങി നിന്ന് കീരിക്കാടൻ്റെ സ്റ്റൈലിൽ ഈ ഫയൽവാനെ തടുക്കാനാരെന്ന് ചോദ്യമുയർത്തിയ കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട സംഘി ഗവർണർക്ക് കോടതി തന്നെ മൂക്കുകയറിട്ടിരിക്കുകയാണ്. അതിനൊടുവിൽ കേരളത്തിലെ SFIക്കാർ പിള്ളേര് വേണ്ടി വന്നു. താൻ ഭരണത്തലവനാണെന്ന് അവകാശപ്പെടുന്ന സർക്കാരിനും അതിൻ്റെ തലവനുമെതിരെ ദിവസേന റോഡിലിറങ്ങി ആക്ഷേപം ഉന്നയിക്കുന്നിടത്തോളം ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തിന് പതനമുണ്ടായാൽ പറഞ്ഞിട്ടെന്ത് കാര്യം? പക്ഷേ നമ്മുടെ മാപ്രകളും അത് വാരിക്കോരി ഭക്ഷിക്കുകയും ജനങ്ങളിലേക്ക് വിസർജിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഗവർണർക്കെതിരെ കോടതി വിധി വന്നിട്ടും അവർക്ക് മുണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്ന BJP RSS അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് VCമാരെ നിയമിക്കുന്നതിലും സിൻഡിക്കേറ്റ് സെനറ്റ് നിയമനങ്ങളിലും ഗവർണർ വഴിവിട്ട് ഇടപെടുന്നതെന്നും പകൽ പോലെ വ്യക്തമാവുകയാണ്. കേരളത്തിൽ ലക്ഷ്യം നേടാൻ കഴിയാത്തതിലുള്ള ചൊരുക്കാണ് ഗവർണർ ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി കിട്ടിയ ഖാനും പിന്തുണയ്ക്കുന്ന മാപ്രകളും ബുദ്ധിജീവികളും തൽക്കാലം അടങ്ങുന്നതായിരിക്കും ഉചിതം.